ഇന്ന് നമ്മളൊരു ചിക്കൻ ബർഗർ റെസിപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് ഒരു തവ എടുത്ത് ഒരു 2 ക്യൂബ് ബട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ബട്ടറിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡറും നമുക്ക് വേണ്ടത്ര അളവിന് കുറച്ച് സോൾട്ടും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ ജിഞ്ചർ പൗഡറും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആണ്. അതിനുശേഷം ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായി മിക്സായി ചിക്കൻ ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നവരെ നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമ്മുടെ ചിക്കൻ്റെ മിശ്രിതത്തിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഒരു ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർത്തത്. ഇനി ഇത് നമ്മൾ സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇട്ട ശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഈ മുട്ടയിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് ഒരു ബട്ടറിൻ്റെ ക്യൂബ് ഇട്ടിട്ട് ബട്ടർ മെൽറ്റായി വരുന്ന സമയത്ത് ഈ മുട്ടയും ചിക്കനും കൂടിയുള്ള മിശ്രിതം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ഓംലെറ്റിൻ്റെ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് വരുന്നവരെയാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു ബർഗർ ബണ്ണെടുത്ത് 2ആയി മുറിച്ച് നമുക്ക് ഇപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയും ചിക്കനും ചേർന്നിട്ടുള്ള ഈ പാറ്റി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം ഒരു സ്ലൈസ് ചീസും കുറച്ച് ലെറ്റ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കെച്ചപ്പും കൂടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് പാനിൽ വെച്ച് ചീസൊന്ന് മെൽറ്റായാൽ നമ്മുടെ ബർഗർ ഇവിടെ റെഡിയായി.